എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സ്റ്റാൻലി അലീനയോട് ചോദിക്കും, എന്തിനാ ചിക്കൻ പീസ് എടുത്തത്, അത് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം അലീന പറയുവാണ്, അത്രയും നല്ല ചിക്കൻ പീസ് എങ്ങനെയാണ് കളയുന്നത്, എനിക്ക് കളയാൻ തോന്നിയില്ല അതുകൊണ്ടാണ് എന്ന് പറയുമ്പം സ്റ്റാൻലി പറയും, ടേബിൾ മാനേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് പഠിക്കണമെന്ന്. അന്നേരം അലീന പറയുവാണ്, ഞാൻ ആഹാരം പാഴാക്കി ശീലിച്ചിട്ടില്ല. പണ്ട് ഞാൻ ഓർഫനേജിൽ ആയിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചിക്കൻ പീസ് താഴെ പോയി. ഞാൻ ഒട്ടും മടിച്ചില്ല, അത് താഴെ നിന്ന് എടുത്ത് കഴിച്ചു. അത് ഒരു കല്യാണ പാർട്ടിയിൽ മിച്ചം വന്ന ബിരിയാണി ഓർഫനേജ് കൊണ്ട് തന്നതായിരുന്നു. ആ ബിരിയാണിയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്ന ബിരിയാണി. അതിനു മുമ്പ് ഞാൻ ബിരിയാണി കഴിച്ചിട്ടേ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിഷമമാവുകയാണ് സ്റ്റാൻലിക്ക്. അതുപോരാതെ അവിടെ ആൻറ്റപ്പനും ബൈജുവും നിൽപ്പുണ്ട്, ആൻറ്റപ്പനും പൗലൂസും നിൽപ്പുണ്ട്. അപ്പോൾ അവരിത് കേട്ടല്ലോ. അന്നത്തേക്കും സ്റ്റാൻലി ചോദിക്കും, നിങ്ങൾ എന്നെ കാണാൻ എവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും വീണ്ടും അലീന പറയുവാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭക്ഷണത്തിന് ഞങ്ങൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഭക്ഷണം കളയാൻ എനിക്ക് മനസ്സ് വരാറില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും സ്റ്റാൻലിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി പറയും, അലീന നിർത്ത്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കേണ്ട, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാമെന്ന്. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറയുന്നു. അലീന ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് വളരെ വിഷമത്തോടെ സങ്കടത്തോടെ സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അവർ അവിടുന്ന് എഴുന്നേക്കുവാണ്. പിന്നീട് ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രനെ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയാണല്ലോ. ഇടയ്ക്ക് ഫോണൊന്ന് എടുത്ത് നോക്കും, അലീനെ വിളിക്കണോ വേണ്ടയോ എന്നായിരിക്കും. ഒന്ന് താഴെ വയ്ക്കും, പിന്നെയും കുറച്ച് നേരം ആലോചിക്കും. അത് കഴിഞ്ഞ് ഫോൺ എടുത്ത് അലീനെ വിളിക്കുവാണ്. അപ്പോഴത്തേക്കും അലീന ബാത്റൂമിലോ ടോയ്ലറ്റിലോ അങ്ങോട്ട് പോയിട്ട് ഇറങ്ങി വരുന്ന സമയമായിരുന്നു. ഫോൺ അടിക്കുന്ന കാണുമ്പോൾ ഓടിച്ചെന്ന് എടുക്കും. അന്നേരം, നീ ഉറങ്ങിയില്ലേ മോളെ എന്ന് ചോദിക്കുമ്പം, എനിക്കെന്തോ ഉറക്കം വരുന്നില്ല, കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു, അതിനുശേഷം ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കും, അതെന്താ, നിനക്ക് അവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്ന്. അന്നേരം അലീന പറയും, ഇവിടെ അസൗകര്യമൊന്നുമില്ല, സൗകര്യം കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ കിടക്കില്ല എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയും, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട, പയ്യെ പയ്യെ അത് നിൻ്റേതായി മാറിക്കോളും, നിൻ്റെ വീടായി നിനക്ക് തോന്നിക്കോളും എന്നൊക്കെ പറയുമ്പം അലീന ചോദിക്കും, എന്നെ ഇവിടെ കൊണ്ട് വിട്ടത് ശരിയായൊരു തീരുമാനമാണല്ലോ അല്ലേ, അച്ഛന് മറിച്ചൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പം, അതെന്താ മോളെ നീ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കും. അന്നേരം, എനിക്കെന്തോ ഇവിടെ എൻ്റേതായിട്ടൊന്നും തോന്നുന്നില്ല അച്ഛാ, എനിക്ക് ആകെ ബുദ്ധിമുട്ടാണ്, വിഷമമാണ് എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും ഓർക്കണ്ട, അതെല്ലാം ശരിയായിക്കോളും. പിന്നെ എപ്പോഴും എന്ത് വിഷമം ഉണ്ടെങ്കിലും നിനക്ക് ആ നിമിഷം എന്നെ വിളിക്കാം, ഒരു വെളിപ്പാടകലെ അച്ഛനുണ്ട് എന്നോർത്ത് തന്നെ നീ മുന്നോട്ട് ജീവിച്ചോ എന്ന് പറയുന്നു. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ തിരിച്ച് വീട്ടിൽ ചെന്നോ, ഭക്ഷണം കഴിച്ചോ, മരുന്ന് കഴിച്ചോ എന്നൊക്കെ ചോദിക്കും. അന്നേരം, മോളെ ഞാൻ വീട്ടിലോട്ട് പോയില്ല, പോരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ റൂം എടുത്തു, എന്തോ ക്ഷീണം പോലെ, ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ നാളെ പോവുള്ളൂ എന്ന് പറയും. അതിനുശേഷം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളുടെ പപ്പ എങ്ങനെയുണ്ട്, സ്റ്റാൻലിയോട് സംസാരിച്ചോ, സ്റ്റാൻലി എങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം അലീന പറയുവാണ് ചിരിച്ചുകൊണ്ട്, അതെ അച്ഛാ, പപ്പ ഇപ്പോഴും മിലിറ്ററി ക്യാമ്പിൽ തന്നെയാണെന്നാണ് പപ്പയുടെ വിചാരം, ഇതുവരെ റിട്ടയർ ആയിട്ടില്ല എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്, എപ്പോഴും കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും, അതൊക്കെ അനുസരിക്കുന്ന കുറേ ആൾക്കാർ, ആ കൂടെ ഞാനും എന്ന് പറയുമ്പോൾ, ആഹാ, അപ്പം നല്ല കമാൻഡിങ് പവറുള്ള ഒരാളാണല്ലേ കൂടെ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ, അതെ എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെല്ലാം ശരിയായിക്കോളും, എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം, ഒരു വെളിപ്പാടകലെ ഞാനുണ്ട് എന്ന്, ഒരു വിളി മതി, അച്ഛനങ്ങ് ഓടിയെത്തിക്കോളാം, ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോയിക്കോ എന്ന് പറയും. അന്നേരം, ആയിക്കോട്ടെ അച്ഛാ, എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. ആ ഒരു ധൈര്യം കൊടുക്കലൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അലീനയ്ക്ക് ചെറിയൊരു ആശ്വാസമാണ്. അത്രയും പറഞ്ഞിട്ട്, എന്നാൽ മോള് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയും. അന്നേരം അലീനയും പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവാണ്, അച്ഛനും ഉറങ്ങിക്കോണം, ഉറക്കൊളച്ചേക്കരുത്, മരുന്നും കഴിച്ചിട്ടേ കിടക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുക. ഫോൺ വെച്ചതിന് ശേഷവും ബാലേന്ദ്രൻ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അലീനയുടെ അവസ്ഥ. അലീന റൂമിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നീട് മനുവിനെ കാണിക്കുന്നുണ്ട്. മനു പുറത്ത് പോയിട്ട് വന്നതാണ്. പുറത്ത് പോയിട്ടെന്ന് പറഞ്ഞാൽ വൈജയന്തിയെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. വണ്ടി കൊണ്ടിട്ടിട്ട് വണ്ടിയെ തന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ആ സമയം മനുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്, ഭയങ്കര സങ്കടത്തിലാണ്. അതുപോലെ മനുവിൻ്റെ മനസ്സിലൂടെ അലീനയും മനുവും കൂടെ ഒരുമിച്ചുണ്ടായിരുന്ന കുറേ നല്ല നിമിഷങ്ങളും പോകുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ ആലോചിച്ചിരുന്ന് കഴിയുമ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞു വരുവാണ്. കണ്ണൊക്കെ തുടച്ച് കുറച്ച് നേരം ഇവിടെ വണ്ടി ചാരി ഇരുന്നിട്ട് ഇറങ്ങി വരുവാണ്. കോളിംഗ് ബെല്ലടിക്കുന്നത് ഇറങ്ങി വരുന്നത് കമലയാണ്. ഇറങ്ങി വന്നിട്ട്, വൈജു കൂടി ഇല്ലല്ലോ, ഞാൻ ഓർത്തു ഇനിയിപ്പോൾ അവൾ പോയി കാണിയേലേ എന്ന്. അങ്ങനെയാണെങ്കിൽ വൈജു തിരിച്ചു വരുമല്ലോ. എന്തായാലും വൈജു കൂടിയില്ല എന്നറിഞ്ഞ് സന്തോഷത്തിൽ ചോദിക്കുക, അപ്പോൾ അലീന പോയല്ലേ, നിൻ്റെ വായിന്നൂടെ അത് കേട്ടാലേ എനിക്ക് സമാധാനം ആവുള്ളൂ എന്ന് പറയുമ്പോൾ, നീ ഒന്ന് മാറിക്കുക എൻ്റെ അമ്മേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി പോവാണ് മനു. അന്നേരം, നിൽക്കടാ, ഒന്ന് പറയടാ എന്ന് പറഞ്ഞ് പുറകെ ചെല്ലുന്നുണ്ട്. എന്തായാലും മനു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അവിടെ ഗംഗാധരനും ശിവനും. അവർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് വൈജയന്തി അവിടെ കൊണ്ടുവിട്ടോ
എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ആൻറ്റീനെ ഞാൻ അവിടെ കൊണ്ട് വിട്ടിട്ടുണ്ട്, ഏതായാലും ശത്രു വീട്ടിൽ നിന്ന് പോയ സന്തോഷത്തിലാണ്, അതുകൊണ്ട് ഉടനെയൊന്നും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരികയില്ല, അമ്മയ്ക്ക് സമാധാനിക്കാം, ഉടനെ ഇങ്ങോട്ട് സ്ഥിരതാമസത്തിന് ഏതായാലും ഇനി വരില്ല കേട്ടോ ആൻറ്റി എന്ന് പറയുമ്പം, അല്ലെങ്കിൽ തന്നെ വൈജു ഇങ്ങോട്ട് വന്നാൽ എനിക്കെന്താ കുഴപ്പം, ഞാൻ എന്തെങ്കിലും കുറ്റം അവളെ പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടോ ശിവേട്ട, ഉണ്ടെങ്കിൽ പറ എന്ന് പറയും. അന്നേരം ശിവൻ ചോദിക്കും, നിനക്ക് നാണമില്ലേ, എൻ്റെ വാ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ നാണം കെടുമെന്ന് നിനക്കറിയാം, എന്നിട്ട് നീ എന്തിനാടി ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അങ്ങ് മിണ്ടാതാവേ. അത് കഴിഞ്ഞ് ഗംഗാധരൻ ചോദിക്കും, നീ പറ മനു അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നതേ കാര്യങ്ങളൊക്കെ ഒന്ന് സ്വന്തം കയ്യിലേക്ക് ആയതിൻ്റെ സന്തോഷത്തിലാണ് ആൻറ്റി. ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരാളെ ഈ ജന്മത്തെ എനിക്കിനി കാണാൻ കിട്ടില്ല എന്ന് പറയുവാണ്. അന്നേരം കമല അവിടെ കേട്ടോണ്ട് നിൽക്കുമല്ലോ. കമല പറയും, അതിനെന്താ കുഴപ്പം, അവൾ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എല്ലാം ഒന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. കാരണം അവൾ ആ അലീനയല്ലേ അവിടെ ഉണ്ടായിരുന്നത്, അവളുടെ പൂങ്കണ്ണീര് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഴും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടുന്ന് പെങ്ങളെ സഹായിക്കാൻ വേണ്ടി കുറേ പേര് അങ്ങോട്ട് പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞത്തേക്കും അവളുടെ പൂങ്കണ്ണീര് കണ്ട്, ആ അലീനയുടെ പൂങ്കണ്ണീര് കണ്ടിട്ട് പെങ്ങളെ ഉപേക്ഷിച്ച് തിരിച്ചു വന്നവരാണ്, അതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും ദേഷ്യം വരുമോ ശിവന്. ശിവൻ പറയും, നീ ഒന്നും മിണ്ടാതിരിക്കാവോ, നിൻ്റെ വാ തുറക്കാതിരുന്നാൽ തന്നെ സമാധാനമുണ്ട് എന്ന് പറയും. അന്നേരം കമല പറയുന്നുണ്ട്, ഞാൻ പറയും അവളെപ്പറ്റി ഇനിയും ഞാൻ പറയും, എന്നും ആ അലീന എന്ന് പറയുന്നവളുടെ കാര്യത്തിൽ മാത്രം ഞാൻ വൈജയന്തിയുടെ ഒപ്പം തന്നെയാണ്. അവൾ എൻ്റെ ഹരിമോനെ കറക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അത് സാധിക്കാതെ വന്നപ്പോഴാണ് പീഡന കേസിൽ എൻ്റെ മകനെ അവൾ കുടുക്കിയത്. പിന്നെ അവളുടെ കണ്ണീരിൽ വീണ് കിടക്കുന്ന പലരും ഇവിടെയുണ്ട്, അവനും കൂടി കേൾക്കാനാണ് ഞാൻ ഈ പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട് മനുവിന്. മനു എഴുന്നേറ്റ് അടുത്തോട്ട് ചെല്ലും. അന്നേരം എന്നെ നാടാന്ന് ചോദിക്കുമ്പോൾ, അതല്ല അമ്മ, എങ്ങനെയാണ് ദൈവം ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്ത് വിട്ടേക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളെ രണ്ടുപേരും ഒരച്ചിലിട്ടാണ് ദൈവം വാർത്തെടുത്തേക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എങ്ങനെയാണ് മനുഷ്യനെ പറ്റി ഇങ്ങനെ നെഗറ്റീവ് പറയാൻ പറ്റുന്നത്, ഭയങ്കര കഷ്ടം തന്നെയാണ് എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, നീ എന്നെപ്പറ്റിയും വൈജിയെപ്പറ്റിയും പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഞാൻ അവളെപ്പറ്റിയും പറയുന്നത്, നീ അങ്ങനെ അങ്ങ് കൂട്ടിയാൽ മതി എന്ന് പറയും. രണ്ടുപേരുടെ അലമ്പാകും എന്ന് തോന്നുന്നതേക്കും ഗംഗാധരൻ പറയും, ഒന്ന് നിർത്തുന്നുണ്ടോ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അത് ഞങ്ങൾ മനുവിനോടൊന്ന് ചോദിച്ചോട്ടെ എന്ന് പറയും. അന്നേരം ശിവനും പറയുന്നുണ്ട്, നീ മിണ്ടാതിരുന്നാൽ നിനക്ക് ന്യൂസ് പിടിക്കാം, മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ സംസാരം ഇവിടെ നിർത്തും എന്ന് പറയും. ഏതായാലും മനു വന്നിരിക്കും. മനുവിനോട് അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, നീ അലീനയുടെ വിശേഷങ്ങൾ പറ, അലീനെ എങ്ങോട്ടാണ് കൊണ്ടുവിട്ടേക്കുന്നതെന്ന് നിനക്ക് കറക്റ്റ് അറിയാമോ എന്ന് ചോദിക്കുമ്പം, നമ്മൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ കുളത്തുപുഴയിൽ തന്നെയാണ് കൊണ്ടുവിട്ടത്, പിന്നെ അവളെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ആ വീട്ടിലുള്ള ആൾ സ്വീകരിക്കുകയും ചെയ്തു, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പം അവിടെ നിന്ന് വീണ്ടും കമല വയ്ക്കും, എങ്ങനെയാണ് അവൾക്കവിടെ ശമ്പളം വല്ലതും ഉണ്ടോ എന്ന്. അന്നേരം ശമ്പളമൊക്കെ ഉണ്ട്, 40,000 രൂപ എന്ന് പറയുമ്പം 40,000 രൂപയോ, വെറും വീട്ടുജോലിക്കാരിക്ക് അത്രയും പൈസ കൊടുക്കേണ്ട കാര്യം എന്താ എന്ന് വയ്ക്കുമ്പം മനു പറയുന്നുണ്ട്, വീട്ടുജോലിക്കാരിയല്ല അവിടുത്തെ സൂപ്പർവൈസറാണ് എന്ന്. അന്നേരം കൊള്ളാലോ, കള്ളൻ്റെ കയ്യിൽ തന്നെയാണല്ലോ കൊണ്ട് താക്കോല് കൊടുത്തേക്കുന്നത്, ഇനി അവരുടെ കാര്യം പോക്കാ, ഏതോ മണ്ടനാ ഏതായാലും അവളെ ഏറ്റെടുത്തേക്കുന്നത് എന്ന് പറയും. അന്നേരം മനു വയ്ക്കും, എങ്ങനെയാ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ നെഗറ്റീവ് പറയാൻ പറ്റുന്നേ, സമ്മതിച്ച് തന്നേക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ശിവൻ പിന്നെയും കമലയോട് ദേഷ്യപ്പെടുവേ. കമല പിന്നെയും മിണ്ടാണ്ടിരിക്കും. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, പിന്നെ വൈജയന്തിയുടെ കാര്യം നീ പറഞ്ഞില്ലല്ലോ, അവളെങ്ങനെയാണ് അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുമോ എന്ന് ചോദിക്കുമ്പം, എനിക്കങ്ങനെ തോന്നുന്നില്ല, ഞാൻ ആൻറ്റിയെ കൊണ്ട് വിട്ടതിന് ശേഷം ആ കുട്ടികൾക്ക് കുറച്ച് സപ്പോർട്ട് കൊടുത്ത് അവിടെ ഇരിക്കാമെന്നാണ് കരുതിയത്, പക്ഷേ അതിന് ആൻറ്റി സമ്മതിച്ചില്ല. ആൻറ്റി അവിടെ ഓടി നടന്ന് പലതും കണ്ടുപിടിച്ചു, അത് വെച്ച് ഇനി അടുത്ത യുദ്ധത്തിന് ഒരുങ്ങിയിരിപ്പുണ്ടെന്ന് പറയും. അന്നേരം അവർ ചോദിക്കും, എന്താ കണ്ടുപിടിച്ചത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, അലീന ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അലീനയ്ക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുത്താണ് അങ്കിൾ വിട്ടത്, അതിൻ്റെ പേരിലാണ് അടുത്ത പ്രശ്നം എന്ന് പറയുമ്പം, എന്താ ഗിഫ്റ്റ് എന്ന് ചോദിക്കുക, കുറച്ച് സ്വർണം കൊടുത്തു വിട്ടു എന്ന് പറയും. അന്നേരം അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ബാലേന്ദ്രന്, എത്രയാണ് കൊടുത്തതെന്ന് കമല ചോദിക്കും. അന്നേരം മനു പറയും, 12.5 പവൻ കൊടുത്തു, പിന്നെ കുറച്ച് ഡ്രസ്സും കൊടുത്തെന്ന് പറയുമ്പോഴേക്കും, 12.5 പവനോ അവൾക്ക് വേണ്ടിയോ, സ്വന്തം മക്കളും ഭാര്യ അനുഭവിക്കേണ്ട പൈസയല്ലേ കൊണ്ട് പൊടിച്ച് കളഞ്ഞേക്കുന്നത്, അത് 1-2 രൂപയല്ലല്ലോ, 15 ലക്ഷം രൂപ. ഈ ബാലേന്ദ്രൻ എന്നാ ഭ്രാന്താണോ, ഏതായാലും ഇത് വൈജയന്തി ചോദിക്കണം, ചോദിച്ചില്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറയുമ്പോഴേക്കും, കമല നീ മര്യാദയ്ക്ക് ഇരുന്നോണമെന്ന് ശിവൻ പറയും. അതുപോലെ ഗംഗാധരൻ പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് കമല ഇടപെട്ടാൽ ശരിയാകില്ല, കമലയുടെ കാര്യം നോക്കുന്നത് നല്ലതെന്നാണ്. അന്നേരം എൻ്റെ വായടപ്പിക്കുന്ന ആണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം, ഇങ്ങനെ നാണം കെട്ട കുറേ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി റൂമിലേക്ക് പോയി കഴിയുമ്പം മനു പറയുന്നുണ്ട്, റൂമിൽ ചെന്നിട്ട് ഇപ്പം തന്നെ ആൻറ്റി വിളിക്കും, ഒന്നുകൂടെ മൂപ്പിച്ച് കൊടുക്കുമെന്ന്. അന്നേരം ഗംഗാധരൻ ശിവനോട് പറയും, കമല ഇനി വൈജയെ വിളിക്കരുത്, ഇവിടുന്ന് അങ്ങനെ ഒരു ഫോൺ കോൾ പോകരുത്, നീ പോയി അത് വേണ്ടാന്ന് പറയാമെന്ന്
പറയുമ്പം അവസാനം എന്നെ തന്നെ ബലിയാടാക്കുവാണോ നിങ്ങളെന്ന് ശിവൻ ചോദിക്കും. അന്നേരം മനു ചിരിച്ചുകൊണ്ട് ഇനി ബലിയാടാക്കാൻ എന്താ, അത് പണ്ടേ ആയേക്കുന്നല്ലേന്ന് ചോദിക്കുമ്പോൾ എടാ എൻ്റെ ഭാര്യയെപ്പറ്റി ഞാൻ പറയും, നീ അങ്ങനെ കുറ്റമൊന്നും പറയണ്ടെന്ന് പറയുമ്പോൾ ചെല്ലങ്ങോട്ട് എന്ന് പറഞ്ഞ് കളയാക്കി വിടുന്നുണ്ട് മനു. ഏതായാലും ശിവൻ അങ്ങ് പോയി കഴിഞ്ഞ് മനു പറയുന്നുണ്ട് ഞാൻ ആകെ ടയേർഡായ വലിച്ച ഉണ്ണി ഞാൻ പോയി കിടക്കാൻ പോവാണ് എന്ന് പറയും. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ക്ഷീണം ശരീരത്തിനാണോ അതോ മനസ്സിനാണോ എന്ന്. അന്നേരം മനസ്സിനും ഉണ്ട് ക്ഷീണം, അതും ഒരു പ്രശ്നമാണ് എന്ന് പറയും. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് ഇനിയും വൈദ്യ ഒതുങ്ങിക്കൂടുമെന്ന് തോന്നുന്നില്ല അല്ലേ, അലീന പോയ പ്രശ്നങ്ങൾ തീരും എന്നാണ് ഞാൻ കരുതിയത്, അതിനൊരു ചാൻസ് ഇല്ല അല്ലേ എന്നിങ്ങനെ ഗംഗാധരൻ പറയുമ്പം മനു പറയുന്നുണ്ട് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തില്ലേ വലിച്ച, ഇനി സംഭവിക്കുന്ന പോലെ സംഭവിക്കട്ടെ എന്ന്. അതിനിടയ്ക്ക് മനുവിനോട് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാ അവൾ പോകുന്നതിന് മുമ്പ് നിനക്കെന്തെങ്കിലും പ്രതീക്ഷ തന്നിട്ടുണ്ടോ എന്ന്. അന്നേരം മനു പറയുന്നുണ്ട് പ്രതീക്ഷ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷ തന്നിട്ടുണ്ട്, അവൾ തന്നേക്കാൾ ഏറെ പ്രതീക്ഷ എൻ്റെ മനസ്സിൽ വേറെയുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഏതായാലും നമുക്ക് നോക്കാം എന്ന് ഗംഗാധരൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. ഞാൻ പോയി കിടക്കട്ടെ വലിച്ച, നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞിട്ട് മനു റൂമിലേക്ക് പോകുന്നു. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് അലീന അവിടെ ചെന്നിട്ട് വിളിച്ചെങ്കിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പറയണേ, അവിടുത്തെ സംഭവങ്ങൾ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി അതുകൊണ്ടായെന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് അവൾ അവിടെ പോയി സെറ്റായതിന് ശേഷം വിളിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന്. ഏതായാലും മനു റൂമിലേക്ക് ചെല്ലുന്നു. മനു പ്രതീക്ഷിച്ച പോലെ തന്നെ കുറച്ച് സമയം കഴിയുമ്പം അലീന മനുവിനെ വിളിക്കുന്നുണ്ട്. മനു ഫോൺ എടുത്ത് കഴിയുമ്പോൾ മനുവേട്ടനെ എവിടെയാ എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട് ഞാൻ ഇത്രയും നേരം നെടുമ്പൂരിക്കലുണ്ടായിരുന്നു, ഇപ്പോൾ വീട്ടിലോട്ട് വന്നു എന്ന്. അന്നേരം അലീന പറയുക മനുവേട്ടൻ അവിടെ ഉണ്ടല്ലേ, എനിക്ക് ആശ്വാസമായി എന്ന്. അന്നേരം അതെങ്ങനെ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ നിനക്ക് ആശ്വാസമാകുന്നത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട് മനുവേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ ഞാനുള്ളതുപോലെ തന്നെയാണ്, കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുകയില്ല, അച്ഛനുണ്ടെങ്കിൽ പോലും എനിക്ക് ഇത്രയും ഒരു സന്തോഷം കിട്ടിയല്ല എന്ന് പറയുമ്പം മനു ഒരു താങ്ക്സ് പറയുവേ. ഏതായാലും നല്ല കാര്യമാണ്, നിൻ്റെ വായിൽ നിന്ന് ഒരു കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ട് കാലം കുറേ ആയി എന്ന് പറയും. എന്നിട്ട് ചോദിക്കും ഇനി നിൻ്റെ വിശേഷം പറ എന്ന്. അന്നേരം അലീന മനുവിനോട് അങ്ങോട്ട് പറയുവാണ് അതെ എനിക്ക് മനുവേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്, മനുവേട്ടൻ എന്നോട് സത്യമേ പറയാവുള്ളൂ, മനുവേട്ടൻ എന്നോട് നുണ പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കരുത്, എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കുക എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും എന്നെ എങ്ങോട്ടാണ് കൊണ്ടുവിടുന്നത് എന്ന് അച്ഛൻ മനുവേട്ടനോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എന്ന്. അന്നേരം മനു പറയും എന്നോട് പറഞ്ഞൊന്നുമില്ല, പക്ഷെ ഞാൻ ചില സൂചനകളിലൂടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുമ്പം അലീന ചോദിക്കും ഒരു സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുവിടുന്നതെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതും പറഞ്ഞില്ല, അതും ഞാൻ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കി എടുത്തതാണ് എന്ന് പറയുമ്പം എന്താണ് മനസ്സിലാക്കിയത് എന്ന് ചോദിക്കും. അത്രയും ചോദിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. അത് കഴിഞ്ഞ് അവർ പരസ്പരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അലീനയുടെ അച്ഛൻ്റെ അടുത്താണ് എന്നുള്ള വിവരം മനുവിന് അറിയാം എന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നു. അത് കഴിഞ്ഞ് മനുവിനോട് വിഷമത്തോടെ അലീന പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെ ഒളിച്ചു വെക്കണം, എങ്ങനെ പെരുമാറണം, എനിക്കിവിടെ സ്വാതന്ത്ര്യം കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല മനുവേട്ട, ഞാൻ ഒറ്റപ്പെട്ടു പോയ പോലെ തോന്നുവാണ് എന്നൊക്കെ പറയും. അന്നേരം മനു പറയുന്നുണ്ട് നീ അങ്ങനെ ഒറ്റപ്പെട്ടിട്ടൊന്നുമില്ല, എന്ത് വിഷമമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിനക്ക് എന്നെ വിളിക്കാം, അകലെയാണെങ്കിലും ഞാൻ നിൻ്റെ അടുത്ത് തന്നെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും നല്ല രസമാണ് അതൊക്കെ കേൾക്കാൻ. ഏതായാലും മനുവിനോടുള്ള വിളിക്ക് ശേഷം അലീന രോഹിത്തിനെ വിളിക്കുന്നു. രോഹിത്തിൻ്റെ ഫോണിലേക്ക് അലീനയുടെ കോളാണ് എന്നറിയുമ്പോഴേക്കും ബബുദയും കൃഷ്ണമോളും ഓടി വരും. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുകയാണ്. അന്നേരം അലീനെ കൊണ്ട് വിട്ട വീട്ടിൽ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ അലീന പറയും. അത് കേൾക്കുന്നത് ബബുദയ്ക്ക് ഇഷ്ടപ്പെടുകയല്ലേ. അതുപോലെ കൃഷ്ണമോള് ചോദിക്കും ഈ ആണുങ്ങൾ മാത്രം ഉള്ളിടത്തേക്ക് അച്ഛൻ എന്താ ചേച്ചീനെ കൊണ്ടുവിട്ടേ, ചേച്ചിക്ക് പേടിയാകുകയല്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം ബബുദ അതെങ്ങനെയാണ് അച്ഛനല്ലായിരുന്നു അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഒന്നും നോക്കാതെ അങ്ങ് കൊണ്ടുവിട്ടേക്കുന്നു എന്ന് പറഞ്ഞാൽ ബബുദയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നൊക്കെ ഉണ്ട്. ഏതായാലും അതങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ അലീനെ കാണിക്കുന്നുണ്ട്. അലീനയ്ക്ക് അവിടെ സ്റ്റാൻലിയുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്യണം എന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നെ ജോലിക്കാരെ കുറേ കള്ളത്തരങ്ങളൊക്കെ അലീനയുടെ കണ്ണിൽ പെടുന്നുണ്ട്. അതുപോലെ പ്രൊമോയിൽ ബാലേന്ദ്രൻ വീട്ടിലോട്ട് തിരിച്ചു വരുന്നതും കാണിക്കുന്നുണ്ട്. എന്നത്തെയും പോലെ തന്നെ ബാലേന്ദ്രനെ ചൊറിയാൻ ചെല്ലുന്നുണ്ട് വൈജയന്തി. ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ വൈജയന്തിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അന്നേരം വൈജയന്തി ഏതാണ്ടൊക്കെ എന്നത്തെയും പോലെ ചൊറിയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് കറക്റ്റ് സംഭാഷണം കേൾപ്പിക്കുന്നില്ല. ഇതൊന്ന് ഓർത്ത് നോക്കി, ഇത്രയും ചൊറിഞ്ഞതിന് ശേഷം ബാലേന്ദ്രൻ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് സ്വന്തം മകളെയാണെന്ന് അറിയുന്നത്തെ ആ നിമിഷം ഒന്ന് ഓർത്ത് നോക്കി. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്ന്